മഴ നനഞ്ഞ ഒരു രാത്രി. സമയം പാദം 12. തിരുവനന്തപുരം നഗരത്തിലെ ഒരു ചെറിയ ഫ്ളാറ്റിൽ അഭിജിത്ത് തന്റെ ഫോൺ തുറന്നു. ഭയമയമവൽ ഒരു ചാറ്റ്. പേര് മാത്രം. എന്റെ മീനു. ആ ചാറ്റ് 2 വർഷമായി ആരും തുറന്നിട്ടില്ല. പക്ഷേ എല്ലാ രാത്രിയും അവൻ ഒരു വോയിസ് മെസ്സേജ് റെക്കോർഡ് ചെയ്യും. മീനു, ഇന്ന് ഞാൻ നിന്റെ ഇഷ്ടമുള്ള ജാസ്മിൻ പൂ വാങ്ങി. ഇന്നും നിന്റെ ചെടിക്ക് വെള്ളം ഒഴിച്ചു. നീ ഇല്ലാതെ ഈ വീട് ഇന്നും ശൂന്യമാണ്. മെസ്സേജ് അയച്ചതിനു ശേഷം ഒരു നീല ടിക്ക് പോലും വരില്ല. കാരണം ആ നമ്പർ ഇനി ഉപയോഗത്തിലില്ലായിരുന്നു. 5 വർഷം മുമ്പ് അഭിജിത്തും മീരയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു. അവരുടെ ജീവിതം ആഡംബരമൊന്നുമല്ലായിരുന്നു. വാടക വീട്, പഴയ സ്കൂട്ടർ, ചെറിയ ശമ്പളം. പക്ഷേ വലിയ സന്തോഷം. ഓരോ രാത്രിയും ഉറങ്ങുന്നതിനു മുമ്പ് അവർ ഒരു നിയമം പാലിച്ചിരുന്നു. ഇന്ന് നിന്നെ സ്നേഹിക്കാൻ കാരണം എന്താണ്? അഭിജിത്ത് ചോദിക്കും. മീര ചിരിച്ച് മറുപടി പറയും. ഇന്നും നീ എന്നെ നോക്കി ചിരിച്ചതുകൊണ്ട്. ഒരു ദിവസം മീരയ്ക്ക് ഗുരുതരമായ ഹൃദയരോഗം കണ്ടെത്തി. ശസ്ത്രക്രിയ വേണം. എല്ലാവരും പണം കണ്ടെത്താൻ ഓടി. പക്ഷേ സമയം അവർക്കായി കാത്തുനിന്നില്ല. ശസ്ത്രക്രിയയ്ക്ക് 2 ദിവസം മുമ്പ് മീര അവസാന ശ്വാസം വിട്ടു. മീര പോയതോടെ അഭിജിത്ത് ജീവിച്ചിരുന്നെങ്കിലും ജീവിതം അവസാനിച്ചതുപോലെയായിരുന്നു. അവൻ ആരോടും സംസാരിച്ചില്ല. പക്ഷേ എല്ലാ രാത്രിയും മീരയ്ക്ക് വോയിസ് മെസ്സേജ് അയക്കും. കാരണം അവൾ കേൾക്കുന്നുണ്ടാകും എന്നൊരു വിശ്വാസം മാത്രം. 2 വർഷങ്ങൾ കടന്നു. ഒരു ഞായറാഴ്ച രാവിലെ അവന്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ. ആവപ്പം അഭിജിത്ത് ഞെട്ടി. ഇത് എങ്ങനെ സാധിക്കും? 5 മിനിറ്റിനു ശേഷം ഒരു പുതിയ വോയിസ് മെസ്സേജ് വന്നു. അയച്ചത് എന്റെ മീനു. അവന്റെ കൈകൾ വിറച്ചു. അവൻ പ്ലേ അമർത്തി. ഒരു സ്ത്രീയുടെ ശബ്ദം. പക്ഷേ അത് മീരയുടെ ശബ്ദമല്ല. ചേട്ടാ, എന്റെ പേര് അനന്യ. ഈ നമ്പർ എനിക്ക് അടുത്തിടെയാണ് ലഭിച്ചത്. ഫോൺ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നൂറുകണക്കിന് വോയിസ് മെസ്സേജുകൾ ഞാൻ അബദ്ധത്തിൽ കേട്ടു. ആദ്യം ഡിലീറ്റ് ചെയ്യാൻ വിചാരിച്ചു. പക്ഷേ ഓരോ മെസ്സേജിലും ഉണ്ടായിരുന്ന സ്നേഹം കേട്ടപ്പോൾ ഇന്നത്തെ ലോകത്ത് ഇങ്ങനെ സ്നേഹിക്കുന്ന ആളുകൾ വളരെ വിരളമാണ്. ആ വാക്കുകൾ 2 വർഷത്തിനു ശേഷം ആദ്യമായി അഭിജിത്തിനെ കരയിപ്പിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അനന്യ വീണ്ടും വിളിച്ചു. എനിക്ക് ഒരു സഹായം വേണം. അവൾ ഒരു അനാഥാലയത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. കുട്ടികൾക്ക് കഥ പറയാൻ ഒരാൾ വേണം. അഭിജിത്തിന് ആദ്യം താൽപര്യമുണ്ടായില്ല. പക്ഷേ മീരയുടെ ഒരു പഴയ ഡയറി അവൻ ഓർത്തു. അതിൽ എഴുതിയിരുന്നു, ഞാൻ ഇല്ലാത്ത ഒരു ദിവസം വന്നാൽ നിന്റെ സ്നേഹം ഒരാൾക്കെങ്കിലും വെളിച്ചമാക്കണം. അടുത്ത ഞായറാഴ്ച അഭിജിത്ത് അനാഥാലയത്തിലെത്തി. കുട്ടികൾ അവനെ ചുറ്റി. ചേട്ടാ, ഒരു കഥ പറയൂ. വർഷങ്ങൾക്ക് ശേഷം അവൻ ആദ്യമായി മനസ്സ് തുറന്നു ചിരിച്ചു. ദിവസങ്ങൾ കടന്നു. അവൻ എല്ലാ ആഴ്ചയും അവിടെ പോകാൻ തുടങ്ങി. കുട്ടികളോടൊപ്പം കളിച്ചു. പുസ്തകങ്ങൾ വായിച്ചു. ചിരിച്ചു. വീണ്ടും ജീവിക്കാൻ തുടങ്ങി. ഒരു ദിവസം അനന്യ ചോദിച്ചു, ചേട്ടാ, ഇനി നിങ്ങൾ ആ നമ്പറിലേക്ക് വോയിസ് മെസ്സേജ് അയക്കാറുണ്ടോ? അഭിജിത്ത് പുഞ്ചിരിച്ചു. അതേ. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നത് മാറിയിട്ടുണ്ട്. ആ രാത്രി അവൻ വീണ്ടും റെക്കോർഡ് ചെയ്തു. മീനു, ഇന്ന് ഞാൻ കരഞ്ഞില്ല. നീ പറഞ്ഞതുപോലെ ഞാൻ ഒരാളുടെ ജീവിതത്തിൽ വെളിച്ചമാകാൻ ശ്രമിക്കുന്നു. നന്ദി, എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതിന്. ആ മെസ്സേജ് അയച്ച ശേഷം അവൻ ആദ്യമായി ആ ചാറ്റ് അനുധാവനം ചെയ്തു. തഥാപയം ചെയ്തില്ല.
കാരണം ചില ഓർമ്മകൾ മറക്കാനല്ല, മുന്നോട്ട് നടക്കാൻ ശക്തി നൽകാനാണ്. ഒരു വർഷത്തിനു ശേഷം അഭിജിത്ത് അനാഥാലയത്തിലെ കുട്ടികൾക്കായി ഒരു ചെറിയ ലൈബ്രറി പണിതു. പ്രവേശന കവാടത്തിൽ ഒരു ചെറിയ ബോർഡ്. അതിൽ എഴുതിയിരുന്നത് മീര സ്മാരക വായനശാല. താഴെ ഒരു വരി മാത്രം: സത്യമായ പ്രണയം മരിക്കില്ല, അത് മറ്റൊരാളുടെ ജീവിതത്തിൽ പ്രതീക്ഷയായി ജീവിക്കും. ആകാശത്ത് വീണ്ടും മഴ പെയ്തു. അഭിജിത്ത് പുഞ്ചിരിച്ചു. കാരണം അവൻ ഒടുവിൽ മനസ്സിലാക്കിയിരുന്നു, ഒരാളെ മറക്കുന്നതല്ല ജീവിതം മുന്നോട്ട്